പഴയ കാലത്ത് അടിമകൾ ചെങ്ങലകളിലായിരുന്നു. എന്നാൽ ഇന്ന് ചെങ്ങലകളുടെ സ്ഥാനത്ത് ചിപ്പുകളും മാഗ്നറ്റിക് സ്ട്രിപ്പുകളുമാണ്. ക്രെഡിറ്റ് കാർഡുകളുടെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. ഇരുതല മൂർച്ചയുള്ള ഒരു വാളാണ് ക്രെഡിറ്റ് കാർഡുകൾ. ബാങ്കുകൾ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടല്ല നിങ്ങൾക്കിത് നൽകുന്നത്, മറിച്ച് നിങ്ങളുടെ ഓരോ പർച്ചേസിന് മേലും അവർക്ക് കൃത്യമായ ലാഭമുണ്ട്. നിങ്ങൾ ഇന്ന് ചിലവാക്കുന്നത് നിങ്ങളുടെ പണമല്ല, മറിച്ച് നിങ്ങളുടെ നാളുകളിലെ സ്വാതന്ത്ര്യമാണ്. നിങ്ങളുടെ പോക്കറ്റിലിരിക്കുന്ന ക്രെഡിറ്റ് കാർഡ് വെറുമൊരു പ്ലാസ്റ്റിക് കഷ്ണമല്ല, അതൊരു വാഗ്ദാനമാണ്. അധ്വാനിക്കാതെ തന്നെ എല്ലാം സ്വന്തമാക്കാമെന്ന മോഹിപ്പിക്കുന്നൊരു വാഗ്ദാനം. പക്ഷേ ആ തിളക്കത്തിന് പിന്നിലൊരു കെണിയുണ്ട്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഭാവിയെ പണയപ്പെടുത്തുന്ന അതിസൂക്ഷ്മമായൊരു ചിലന്തി വല. കളി തുടങ്ങുമ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങളാണ് വിജയിയെന്ന്. ക്യാഷ് ബാക്ക്, റിവാർഡ് പോയിൻറ്റുകൾ, അങ്ങനെ പലതും. എല്ലാം ഒരു തിരക്കഥയിലെ രംഗങ്ങൾ മാത്രം. കളി അവസാനിക്കുമ്പോൾ ലാഭം എപ്പോഴും ബാങ്കിനാണ്. കാരണം പലിശയുടെ കണക്ക് പുസ്തകത്തിൽ തോൽക്കാൻ അവർക്ക് കഴിയില്ല. ക്രെഡിറ്റ് കാർഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയപ്പെടുന്ന ഒരു വിഭാഗമുണ്ട്. ഇതുപയോഗിച്ച് കടക്കണിയിലകപ്പെട്ട് പണി വാങ്ങി കൂട്ടിയവരാണ് ഇത്തരക്കാർ. ഓർമ്മിക്കുക, വ്യക്തമായ പ്ലാനിങ്ങും വരുമാനത്തെക്കുറിച്ച് ധാരണയും ഇല്ലാത്തവരാണ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് കടക്കണിയിലകപ്പെടുന്നത്. കൃത്യമായി പണം തിരിച്ചടയ്ക്കാൻ കഴിയുന്നെങ്കിൽ മാത്രം ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുക. എന്നാൽ ശരിയായ രീതിയിലൂടെ ഇത് ഉപയോഗിച്ചാൽ ഇതിലൂടെ നിങ്ങൾക്ക് പണം ലാഭിക്കാനും സിബിൽ സ്കോർ വർദ്ധിപ്പിക്കാനും കഴിയുമെന്നതാണ് യാഥാർത്ഥ്യം. ബുദ്ധിപരമായി ഉപയോഗിച്ചാൽ 30 ദിവസം മുതൽ 45 ദിവസം വരെ പലിശയില്ലാതെ ഫണ്ട് ലഭിക്കുന്നു എന്നതാണ് പ്രധാന നേട്ടം. ക്രെഡിറ്റ് കാർഡ് ഇരുതല മൂർച്ചയുള്ള ഒരു വാളാണ് എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവർ ഇനി പറയുന്ന 5 കാര്യങ്ങളെങ്കിലും ശ്രദ്ധിക്കണം. ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത് ബില്ലിംഗ് സൈക്കിളിൻ്റെയും ഡ്യൂ ഡേറ്റിൻ്റെയും കാര്യമാണ്. ബിൽ കൃത്യസമയത്ത് പേയ്മെൻറ്റ് നടത്തുക എന്നത് വളരെ പ്രധാനമാണ്. ഒരു ദിവസം വൈകിയാൽ പോലും വലിയ പലിശ നൽകേണ്ടി വരും. മാത്രമല്ല അത് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെയും ബാധിക്കും. അടുത്തതായി മിനിമം എമൗണ്ട് ട്രാപ്പിനെ കുറിച്ച് അറിയുക എന്നതാണ്. ക്രെഡിറ്റ് കാർഡ് കമ്പനികൾ മിനിമം എമൗണ്ട് എന്ന ഓപ്ഷൻ നൽകുന്നത് ഒരു തന്ത്രമാണ്. മിനിമം തുക അടച്ചു കഴിഞ്ഞാൽ ബാക്കി വരുന്ന വലിയ തുകയ്ക്ക് ബ്ലേഡ് കമ്പനികളൊക്കെ ചെയ്യുന്നത് പോലെ ദിവസവും വലിയ പലിശ ഈടാക്കാൻ കഴിയും. ഈ പലിശ നിരക്ക് 30% മുതൽ 45% വരെയൊക്കെയാണ്. ഇത് നിങ്ങളെ വലിയൊരു കടക്കണിയിൽ കൊണ്ടുചെന്നെത്തിക്കും. അത് നിങ്ങൾ പോലും അറിയുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് ഇതൊരു കെണിയാണെന്ന് പറയുന്നത്. മൂന്നാമതായി അറിയേണ്ടത് ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോയെക്കുറിച്ചാണ്. ക്രെഡിറ്റ് കാർഡ് വഴി നാം ഉപയോഗിക്കുന്നത് നമ്മുടേതല്ലാത്ത പണമാണ്. അതുകൊണ്ട് അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ നമ്മുടെ പ്രതിമാസ ബജറ്റിനുള്ളിൽ നിന്നുകൊണ്ട് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാനും ശ്രദ്ധിക്കണം. വിവിധ കമ്പനികളുടെ ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് ഇടപാടുകൾ നടത്തുന്നത് സാമ്പത്തിക അസ്ഥിരതയുടെ സൂചനയാണ്. നിങ്ങളുടെ കാർഡ് ലിമിറ്റിൻ്റെ 30% താഴെ മാത്രം ഉപയോഗിക്കുന്നതാണ് സിബിൽ സ്കോറിന് നല്ലത്. ഉയർന്ന പരിധിയുണ്ടെന്ന് കരുതി അമിതമായി പണം ചെലവഴിക്കരുത്. സാമ്പത്തിക അച്ചടക്കമില്ലായ്മയുടെ സൂചനയാണിത്. നാലാമതായി അറിയേണ്ടത് ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് നമ്മൾ ATM നിന്നും പണം പിൻവലിക്കുന്നത് പോലെ തന്നെ ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ചും പണം പിൻവലിക്കാമെങ്കിലും അങ്ങനെ ചെയ്യുന്നത് ഒഴിവാക്കണമെന്നതാണ്. കാരണം ഇതിന് ഉയർന്ന പലിശയും ട്രാൻസാക്ഷൻ ഫീസും നൽകേണ്ടി വരും. അഞ്ചാമതായി അറിയേണ്ടത് റിവാർഡ് പോയിൻറ്റുകളെയും ക്യാഷ് ബാക്ക് ഓഫറുകളെയും കുറിച്ചാണ്. നിങ്ങളുടെ കാർഡ് സ്വൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റിവാർഡ് പോയിൻറ്റുകളും ക്യാഷ് ബാക്കും നേടാൻ കഴിയും. നിങ്ങൾക്ക് പിന്നീട് ഈ പോയിൻറ്റുകൾ റെഡീം ചെയ്യാം. ഓഫറുകളും ക്യാഷ് ബാക്കുകളും ബുദ്ധിപരമായി പ്രയോജനപ്പെടുത്തിയാൽ അതിലൂടെ നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ കഴിയും. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവർ ഈ 5 കാര്യങ്ങളെങ്കിലും വ്യക്തമായി അറിഞ്ഞിരിക്കണം. തീ പോലെയാണ് ക്രെഡിറ്റ് കാർഡുകൾ. ശരിയായി ഉപയോഗിച്ചാൽ അതൊരു വലിയ ഊർജ്ജമാണ്. പക്ഷേ ഒരല്പം പിഴച്ചാൽ അത് നിങ്ങളുടെ സാമ്പത്തിക ഭദ്രതയെ ചാരമാക്കും. ഡിജിറ്റൽ യുഗത്തിലെ ഈ മന്ത്രവടി നിങ്ങളെ ഒരു രാജാവാക്കാം, അല്ലെങ്കിൽ യാചകനാക്കാം. തീരുമാനം എപ്പോഴും നിങ്ങളുടെ വിരൽത്തുമ്പിലാണ്. ക്രെഡിറ്റ് കാർഡ് ഉപയോഗത്തിലൂടെ കടക്കണിയിലകപ്പെട്ട് പണി വാങ്ങി കൂട്ടിയവരിൽ ഒരുവനാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ആ ദുരനുഭവം കമൻറ്റ് സെക്ഷനിലൂടെ പങ്കുവച്ചാൽ അത്തരം അവസ്ഥയിൽ എത്തിച്ചേരുന്നതിൽ നിന്നും ചിലരെയെങ്കിലും നിങ്ങൾക്ക് രക്ഷിക്കാൻ കഴിഞ്ഞു. കൂടാതെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താനും ഇതിലൂടെ പങ്കുവച്ച വിവരങ്ങൾ പ്രചാരണ യോഗ്യമെന്ന് തോന്നുന്നെങ്കിൽ മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യാനും അപേക്ഷ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലെത്തും വരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം.